താരസംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി. ഭരണസമിതി രാജിവെക്കണമെന്ന ആവശ്യവുമായി നടിമാരായ അൻസിബ ഹസനും മാല പാർവതിയും രംഗത്തെത്തി. ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചുവെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അൻസിബ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എന്നാൽ നടനും എക്സിക്യൂട്ടീവ് അംഗവുമായ ടിനി ടോമിനെതിരെ അൻസിബ ഉന്നയിച്ച പരാതികൾ തെറ്റാണെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. ജിഹാദി എന്ന് വിളിച്ചത് അൻസിബ കേട്ടിട്ടില്ലെന്നും നടി നീനാക്കുറുപ്പ് പറഞ്ഞതാണ് അറിയുന്നതെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. അൻസിബയുടെ പരാതി ശരിയെന്നാണ് നീനാക്കുറുപ്പ് പറയുന്നത്. ഇത്രേ പറഞ്ഞുള്ളൂ, അൻസിബ സത്യം ഉള്ളൊരു കുട്ടിയാണ്. ഞാൻ അൻസിബയെ കാണുന്നത് സത്യമുള്ളൊരു കുട്ടിയായിട്ടാണ്. അൻസിബ പറയുന്നത് സത്യമായിരിക്കും. ഞാനൊരു പരാതി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. യെസ്, കറക്റ്റ്. അത് മുമ്പേ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ദിവസം മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഇത് അൻസിബ വന്ന് കൊട്ടി ഘോഷിച്ചതൊരു വിവാദമാക്കിയത് കൊണ്ടാണ്. അല്ല, അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഉഷ ചേച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണ് അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചു, മറ്റത് വിളിച്ചു, ഇങ്ങനെ ഒരു പരാമർശങ്ങളും പറഞ്ഞിട്ടില്ല. പറയുന്ന ആരാണ്? പിന്നെ അൻസിബ കേട്ടിട്ടില്ലല്ലോ. നീനാക്കുറുപ്പ് പറയുന്നത് പറഞ്ഞ അൻസിബ കേട്ടു എന്നല്ലേ പറയുന്നത് പോലും. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതന്നെ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയിൽ നടക്കുന്നത് അനീതിയാണ്. അവിടെ ആർക്കും ഒരു പരാതിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഒരു നീതിയും അവിടെ കിട്ടൂല. അവിടെ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നിന്ന് എനിക്ക് പോലും നീതി കിട്ടിയിട്ടില്ല. പിന്നെയാണോ സാധാരണ മെമ്പേഴ്സിന് നീതി കിട്ടാൻ പോകുന്നത്? എന്റെ വായ പോലും അവിടെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഈ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത് അന്ന് മുതൽ മാനസിക പീഡനം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കമ്മിറ്റിയിലുള്ള പല മെമ്പേഴ്സും, ടിനി ടോം ഉൾപ്പെടെ. ആര് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരാളെ പറ്റി ജിഹാദി എന്ന് പറയാൻ എന്ത് റൈറ്റ് ആർക്കാണുള്ളത് ഈ രാജ്യത്ത്? നീനാക്കുറുപ്പ് ചേച്ചി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീനാക്കുറുപ്പ് ചേച്ചി അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട് എന്നുള്ളത്. അതെ, അതൊക്കെ പലർക്കും പലതും പറയാലോ. ഈ നീനാക്കുറുപ്പ് ചേച്ചിയെ ആരായിരുന്നു തെറി വിളിച്ചതെന്നും പ്രാക്കിട്ടതും എന്നുള്ള ഓഡിയോ ഒക്കെ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം കേട്ടതല്ലേ. ഷീന മാർട്ടിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഷീന, അൻസിബ ഇന്നലെ ടിനി ടോമിനെതിരെ രംഗത്ത് വന്നു. ഇന്നിപ്പോൾ ലക്ഷ്മിപ്രിയ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ടിനി ടോമിനെ അനുകൂലിച്ചെന്നോണം രംഗത്ത് വരികയാണ്. ഒരു വശത്ത് നീനാക്കുറുപ്പും അൻസിബയും അവർ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അമ്മയുടെ നേതൃത്വം എന്താണ് ഈ കാര്യത്തിൽ ഇടപെടാത്തത്? നടപടികളിലേക്ക് പോകാത്തത് എന്താണ്? മാത്രമല്ല, അമ്മ നേതൃത്വത്തിനെതിരെയും അൻസിബ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാലാ പാർവതി ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അമ്മ നേതൃത്വം എന്താണ് ഈ കാര്യത്തിലൊന്നും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല, നടപടിയിലേക്ക് പോകുന്നില്ല എന്ന് മൗനം പാലിക്കാൻ കാരണം എന്താണ് ഷീന ഇപ്പോൾ? മഹേഷ് ചോദിച്ച അവസാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് അൻസിബ ഹസനും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ളത് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ അമ്മയ്ക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഇന്നലെ തന്നെ വ്യക്തത വരുത്തിയിരുന്നു. പിന്നീടുള്ള ഒരു പ്രശ്നം അൻസിബയും ടിനി ടോമും തമ്മിലാണ്. അൻസിബയെ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്ന് മുദ്ര കുത്തുന്നു. അതുപോലെ തന്നെ വ്യാജ പരാതികൾ അല്ലെങ്കിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതി. പക്ഷെ ആ പരാതി പരിഹരിക്കപ്പെടേണ്ടത് തീർച്ചയായും അമ്മയിൽ തന്നെയാണ്, താരസംഘടനയിൽ തന്നെയാണ്. ആ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന് പറയേണ്ടതും നേതൃത്വമാണ്. നമുക്കറിയാം, വനിതാ നേതൃത്വമാണ് ഇപ്പോൾ അമ്മയെ നയിക്കുന്നത്, താരസംഘടനയെ നയിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ആശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഒരു സംഘടനയിൽ ഈ വനിതകൾ വലിയ രീതിയിൽ പ്രാതിനിധ്യത്തിൽ എത്തുന്നത്, അവർ അധികാരത്തിലേക്ക് കയറുന്നത്. എന്നിട്ടും അവിടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തിരുന്ന അൻസിബയ്ക്ക് പോലും ഇത്തരത്തിലൊരു നീതി ലഭ്യമായില്ല എന്നുള്ളതാണ് അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയും പ്രിയങ്കയും പറയുന്നതെല്ലാം കള്ളമാണെന്ന് അൻസിബ ആവർത്തിച്ച് പറയുന്നുണ്ട്. അൻസിബ തന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് തന്റെ ഭർത്താവ് കാണാനിടയായി. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നം പരിഹരിക്കാനാണ് പരാതി നൽകിയത്. അത് തീർത്തും വ്യക്തിപരമായ കാരണമാണ് എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ആ പ്രശ്നം
ചെറിയ ഒരു വാട്സപ്പ് സന്ദേശം മാത്രമായിരുന്നു. അതിനകത്ത് വ്യാജ പരാതിയായിരുന്നു നൽകിയത്. ആ പരാതി നൽകാനുള്ള യാതൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും തനിക്കെതിരെ പരാതി നൽകി. അതിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് അൻസിബ ഉന്നയിക്കുന്ന ആരോപണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. അമ്മയിലെ താരസംഘടനയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇത് ഒരു ചേരിതിരിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ മാറി നിന്നുകൊണ്ട് ഒരു തർക്കം അതിനകത്ത് ഉണ്ടാവുകയാണ്. ഇനി അതല്ലാതെ വരുന്ന മറ്റൊരു ആരോപണമാണ് ഈ ജനറൽ സെക്രട്ടറിക്കെതിരായ ആരോപണം. നിശബ്ദയായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു, എല്ലാ കാര്യങ്ങളും വഷളാക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം മുനവെക്കുന്നത് കുക്കു പരമേശ്വരനെതിരെ തന്നെയാണ്. കുക്കു പരമേശ്വരൻ ഇതിനെല്ലാം അനുവദിച്ചു കൊടുക്കുന്നു, ഇതെല്ലാത്തിനും അനുവാദം കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ കുക്കു പരമേശ്വരനെതിരെയും ഒരു മുനയമ്പ ലക്ഷ്മിപ്രിയ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയിൽ പൂർണ്ണമായും ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ തുടരുകയാണ്, അമ്മയിൽ പ്രശ്നങ്ങൾ തുടരുകയാണ്. ഇത് പരിഹരിക്കേണ്ടത് IC കമ്മിറ്റിയാണ്. IC കമ്മിറ്റി എത്രയും വേഗം കൂടി ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്കെടുക്കണം, ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കണം, പഠിക്കണം. അതിനുശേഷം ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. എല്ലാവരെയും കൂട്ടുനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇപ്പോഴും പറയുന്നത്. ആ രീതിയിലേക്ക് അമ്മ അല്ലെങ്കിൽ താരസംഘടന കേരളത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയധികം വിലയുള്ള ഒരു സംഘടന, ആ സംഘടന ഇപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യപ്പെടുക, പരിഹസിതരാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ അംഗങ്ങൾ തന്നെ തുറന്നു പറച്ചിലുകൾ നടത്തുന്നു, അംഗങ്ങൾ തന്നെ മറ്റംഗങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നു. ഈ വിഷയങ്ങളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഈ കമ്മിറ്റി ചേരണം, ഈ കമ്മിറ്റിയിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അതിനുശേഷമാകണം ഒരു വ്യക്തത വരുത്തേണ്ടത്. ഓരോ കമ്മിറ്റി ചേരുമ്പോഴും കൃത്യമായ ഒരു മിനിറ്റ്സ് എഴുതി രേഖപ്പെടുത്തണം, അത് എല്ലാവരെയും ബോധിപ്പിക്കണം, ഈ കണക്കുകളെല്ലാം ബോധിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. അപ്പോൾ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ നേതൃമാറ്റമാണ് അംഗങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്.